ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിലെ സങ്കീർത്തനത്തിലെ 91 സങ്കീർത്തനത്തിലെ 7 തിരുവചനം വായിക്കാം. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഉത്കണ്ഠകളുള്ള ഒരു മനുഷ്യനാണ് ആയിരുന്നു. എപ്പോഴും അത് വളരെ സാധാരണ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഉത്കണ്ഠകൾ. ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ സംഭവിക്കും, ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് നമുക്ക് സംഭവിക്കും, ഇങ്ങനെ ഓരോ നിമിഷത്തിലും അനുനിമിഷം മനുഷ്യൻ ഉത്കണ്ഠകൾ കൊണ്ട് ജീവിച്ചു പോവുകയാണ്. അവൻ്റെ മരണം വരെ മനുഷ്യൻ എന്ന വ്യക്തി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന വ്യക്തിത്വം എപ്പോഴും ഉത്കണ്ഠകൾ നിറഞ്ഞ് പോവാണ്. ഈവൻ അവൻ്റെ അവസാന നിമിഷത്തിലും ചിലപ്പോൾ ഒരു സ്വത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം എന്നുള്ള ഡ്രീംസ് ഉണ്ടായിരിക്കും മനുഷ്യന്. എത്ര വയസ്സായാലും എത്ര പ്രായം ഉണ്ടായാലും എത്ര കൊച്ചായാലും ഉത്കണ്ഠകളുണ്ടാവും. എന്നാൽ എന്നിൽ ഇതുപോലെ തന്നെ ഉത്കണ്ഠകൾ ഒരുപാടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ശരിയായി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പല ഈ ഉത്കണ്ഠകളിൽ നിന്നും പല അസുഖങ്ങളിൽ നിന്നും എനിക്ക് സൗഖ്യമുള്ളവനായിട്ട് ഒരു ബോധ്യം കിട്ടി. പിന്നീട് എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ, അവർക്ക് ആവശ്യമായ സന്ദേശം എന്നിലൂടെ നൽകണമേ, അങ്ങയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും അവരെ സഹായിക്കണമേ. ചിന്തകൾ എൻ്റെ പ്രസംഗത്തിൽ നിന്ന്, ഞാൻ പറയുന്ന വചനങ്ങളിൽ നിന്നും എന്നെ കേൾക്കുന്നവരിലേക്കും ദൈവത്തിങ്കിലേക്കും കേന്ദ്രീകരിച്ചപ്പോൾ എൻ്റെ പല ചെറിയ ഒരു കൊച്ചു ഉത്കണ്ഠകൾ എൻ്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി മറഞ്ഞു. ഉത്കണ്ഠയുടെ അടിസ്ഥാനം സ്വാർത്ഥതയാണ് പ്രിയമുള്ളവരെ. കാരണം എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഉത്കണ്ഠ. ഓരോ മനുഷ്യനും അതുണ്ട്, ഇല്ല എന്ന് പറഞ്ഞ നുണയാണ്. എല്ലാവരിലും ഉണ്ട്. മനുഷ്യനായി പിറന്നു വീണ എല്ലാവർക്കും പേടിയാണ്. കർത്താവായിട്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, കഴിഞ്ഞ വചനത്തിലോ പറഞ്ഞിട്ടുണ്ട്, 365 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഭയപ്പെടേണ്ടെന്ന്, ഉത്കണ്ഠ വേണ്ടെന്നൊക്കെ കർത്താവ് പലപ്പോഴും പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഭയം മറ്റൊന്ന് സംഭവമാണ്. ഭയം വേറെ, ഉത്കണ്ഠ വേറെ. കാരണം നമ്മൾ എപ്പോഴും ഉത്കണ്ഠ ഉള്ളവരാണ്. സ്നേഹം നഷ്ടപ്പെടുമോ, അംഗീകാരം ഇല്ലാതാകുമോ, സുഖവും സന്തോഷവും നേട്ടവും സുരക്ഷിതത്വം ലഭിക്കാതാവുമോ, സമ്പത്ത് നഷ്ടപ്പെടുമോ, ഇങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്ന ശങ്കയില്ലാതാനുള്ള വഴി എൻ്റെ മനസ്സ് എന്നിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും അന്യയിലേക്കും തിരിക്കുക എന്നതാണ് ഉത്കണ്ഠ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പോകാനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് ഞാൻ സ്വയം കണ്ടെത്തി. എന്നാൽ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവന് എല്ലാ നിമിഷവും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പിരിമുറുക്കവും ഉത്കണ്ഠയും അവൻ്റെ കൂടപ്പിറപ്പായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സമർപ്പണമില്ലായ്മയുടെ അടയാളമാണ് ഉത്കണ്ഠ. എല്ലാം ദൈവത്തിനായി സമർപ്പിച്ചവൻ തനിക്കുള്ളതെല്ലാം സ്വയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവന് സ്വന്തമായി യാതൊന്നും ഇല്ലാത്തതിനാൽ നഷ്ടപ്പെടാനും ഒന്നും അവനുമില്ല. അതാണ് കർത്താവെ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് വാചകസർത്ഥല്ല പറയുള്ളവരെ. അത് അങ്ങനെ വാക്യാർത്ഥത്തിലെടുക്കാതെ നമ്മൾ മാനസികമായിട്ട് ദൈവത്തിനെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഉത്കണ്ഠപ്പെടാനുള്ള അവസരം അവിടെ ലഭിക്കുന്നില്ല. സ്വന്തമായി യാതൊന്നും ഇല്ലാണ്ട് ആയിത്തീർന്നാൽ ഉത്കണ്ഠ പ്രസക്തി ഇല്ലാതായി തീരുന്നു എന്നേക്കുമായിട്ട്. പിന്നാലെ പോകുമ്പോൾ യേശുവിൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും ഉത്കണ്ഠ ഉടലെടുക്കും. എപ്പോഴും നമ്മുടെ ഉത്കണ്ഠകൾ സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ നമ്മൾ ഓരോ വ്യക്തിയും പോകുമ്പോഴും എപ്പോഴും ഉത്കണ്ഠകളായിരിക്കും.
ആത്മീയ ശുശ്രൂഷകളിലൂടെയും സ്വന്തം മഹത്വവും നേട്ടവും അറിഞ്ഞും അറിയാതെയും ലക്ഷ്യമാക്കുന്നവരും പിരിമുറുക്കത്തിൻ്റെ മനുഷ്യരായിരിക്കും. അവർക്കും എന്തായിരിക്കും? അവർക്കും ഇത് തന്നെ ടെൻഷനായിരിക്കും. ഇവിടെ എത്ര വാചന പ്രഘോഷകരായിരിക്കും, അവരുടെ മഹത്വമാണ് അവർ ലക്ഷ്യമിടുന്നതാണെങ്കിൽ അവർക്കും ടെൻഷൻ അവർക്ക് വന്നുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠ കടന്നു വരുന്ന നിമിഷങ്ങളെല്ലാം ഞാൻ എന്താണ് ദൈവത്തിൽ നിന്ന് തട്ടിയെടുത്തതെന്ന് അന്വേഷിച്ച് നോക്കും. എന്തോ നമ്മൾ തട്ടിയെടുത്തെന്ന് തോന്നിയാൽ, ദൈവത്തിൽ നിന്ന് തട്ടിയെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തുണ്ടാവുക? ഉത്കണ്ഠ കടന്നു വരിക. അവയെല്ലാം ദൈവത്തിന് പുനർസമർപ്പണം നടത്തുമ്പോൾ മനസ്സ്, ഓരോ വ്യക്തിയുടെയും മനസ്സ് ശാന്തമാകുന്നു. അവിടെ ദൈവ തിരുമനസ്സിനോട് ചേരാതെ വഴിതെറ്റിപ്പോയ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വീണ്ടും ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടായില്ല. പച്ചയായ പുൽപ്പറമ്പിലുകളിലേക്കും സ്വസ്ഥതയുള്ള നീർച്ചാലുകളിലേക്കും അവർ തന്നെ വഴി നടത്തും എന്ന ആ സങ്കീർത്തനോട് ചേർത്ത് വെച്ച് നമ്മുടെ ചിന്തകളെ നമുക്ക് തുടരാൻ സാധിക്കും. നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ തന്നെ ചിന്തകളാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഒരു നമ്മുടെ നടപടികളുടെ അല്ലെങ്കിൽ പ്രവർത്തന ഫലങ്ങളുടെ മറ്റൊരു മുഖമാണ് നമ്മുടെ ഉത്കണ്ഠകൾ. അപ്പോൾ നമ്മുടെ ഉത്കണ്ഠകൾ ഇല്ലാതിരിക്കുന്നതിന് നമ്മളെ പൂർണ്ണമായി ദൈവമേ ഞാൻ വിട്ടുതരുന്നു എന്നുള്ള വാചകസർത്തല്ല, പൂർണ്ണമായിട്ട് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് ദൈവം തന്നതാണെന്നും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്നുമുള്ള ശരിയായ തിരിച്ചറിവ്, ശരിയായുള്ള ബോധ്യം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതക്രമവും നമ്മൾ അതിനോടനുസരിച്ച് ക്രമീകരിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇതിനെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സമർപ്പണമില്ലായ്മയുടെ അടയാളമാണ് ഞങ്ങളുടെ ഉത്കണ്ഠ എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടേതാണെങ്കിൽ ഞങ്ങൾ എന്തിന് ഓരോരുത്തരും ആകുലപ്പെടണം? എന്നാൽ ഞങ്ങളുടെ ജീവിതം ഇപ്പോഴും ഞങ്ങളുടെ ഓരോരുത്തരോടും മാത്രമായിരിക്കുന്നതിനാൽ പലതിനെയും ഓർത്ത് ഞങ്ങൾ ആദി പിടിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഭാവി, ആരോഗ്യം, മക്കൾ, ജോലി, സൽപ്പേര്, ഞങ്ങളുടെ വിജയങ്ങള്, ഇതെല്ലാം ഞങ്ങളെപ്പോഴും ഉത്കണ്ഠരാക്കി മാറ്റുന്നു ദൈവമേ. ഞങ്ങളുടെ മനസ്സ് അതിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് എപ്പോഴും പുറത്തു കടക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ചിറകില് അത് പറന്ന് ഉയരട്ടെ. മറ്റുള്ളവരിലും അവിടുത്തെ നിരന്തരത്തിലും ഞങ്ങളുടെ മനസ്സ് ചേക്കേറുമ്പോൾ ഞങ്ങൾ സ്വസ്ഥതയുള്ളവരാകും. നിസ്വാർത്ഥതയിലൂടെ, സമർപ്പണത്തിലൂടെ ഉത്കണ്ഠയെ അതിജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും, ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.